എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കാണിച്ചു കൊടുക്കണം. സെർച്ച്. ഒരു സ്ഥലവും വിട്ടു പോരും. വീട് കയ്യേറി കൊള്ള ചെയ്യാനാ ഭാവമെങ്കിൽ കൊള്ളല്ല. താൻ ഗോവയിലേക്ക് അയച്ചതിന്റെ ബാക്കി വല്ലതുകൊണ്ടൊന്ന് പരിശോധിക്കാൻ നടക്കണോ? എവിടെയാണോ? ഇവിടെ സാർ. ഇൻസ്പെക്ടർ ബൽറാമാണ് പിടിച്ചത്. നിങ്ങൾ അവന്റെ സീനിയർ ഓഫീസർ അല്ലേ? അവൻ വഴങ്ങില്ല മാഡം. പണം കൊണ്ടവനെ വശീകരിക്കാൻ ഒക്കൂല. മണി പവറും മസിൽ പവറും തോറ്റെടുത്ത് മാഡം വിജയിച്ചിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ. നമ്മൾ തമ്മിലുള്ള ചെറിയ പിണക്കം തീർക്കാൻ. നിങ്ങൾ പണം മോഹിക്കുന്നവനല്ലെന്ന് എനിക്കറിയാം. എനിക്ക് സ്വകാര്യമായിട്ട് ആളെ ഒന്ന് കാണണം. ഒരു മോഹം. ഇഷ്ടപ്പെട്ടല്ലേ വിളിക്കുന്നത്? ഇവിടെ എന്താ കുഴപ്പം? എന്നെ കാണാൻ മോഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. അവിടേക്ക് ആരെങ്കിലും അറിഞ്ഞാൽ എനിക്ക് ചീത്തപ്പേരാവില്ലേ? ആരും അറിയില്ല. കോട്ടേഴ്സിൽ ഞാൻ തനിച്ചേ ഉള്ളൂ. ഓക്കെ, സീ യു. ഓക്കെ, ഞാൻ കാത്തിരിക്കാം. ഇരിക്കൂ. നിങ്ങളുടെ മകൾ ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ, അമൃത. യെസ്. എന്താ? പറയുമ്പോ വിഷമം തോന്നരുത്. നിങ്ങൾ മകളുടെ ടി.സി വാങ്ങിക്കണം. എന്തിന്? മിസ്റ്റർ, പണത്തിന് വേണ്ടിയല്ല ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഒരു കുട്ടിക്കാരൻ അത് നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. വളർത്തിയിട്ടാതെ കാര്യം പറയണം. എന്റെ മകൾ എന്ത് നശിപ്പിച്ചെന്നാണ് പറയണം. പറയാം, നിർബന്ധമാണെങ്കിൽ. നിങ്ങളുടെ ഭാര്യയുടെ പേര് സീത എന്നല്ലേ? ഒരു പഴയ കോവിലകത്തെ തമ്പുരാട്ടി. അതെ. അവർ വ്യഭിചാര കുറ്റത്തിന് പലതവണ ലോക്കപ്പിലും റിമാൻഡിലും കിടന്നിട്ടുണ്ടല്ലോ. മാഡം, അത്തരം ഒരു സ്ത്രീയുടെ മകളോടൊപ്പം കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ പേരൻസിന് ഇഷ്ടമല്ല. പ്ലീസ്, നിങ്ങൾ ആ ടി.സി വാങ്ങിച്ചു പോകൂ. ഇറ്റ് ഇസ് എ റിക്വസ്റ്റ്. ഇല്ല. അമ്മ പിഴച്ചവളാണെങ്കിൽ തന്നെ എന്റെ മകളെന്ന് തെറ്റിയതു. ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞല്ലേ, സൗകര്യമില്ല. മിസ്റ്റർ ബൽറാം, എന്റെ മകൾ ഇവിടെ തന്നെ പഠിക്കും. ടി.സി വാങ്ങിക്കുന്ന പ്രശ്നമേ ഇല്ല. എങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴി ആലോചിക്കേണ്ടി വരും. എന്ത് വഴി? തന്തയോ തള്ളയോ ചെയ്ത കുറ്റത്തിന് അവരുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് ഒരു പുല്ലും ചെയ്യാവുക്കില്ല. ആവശ്യമില്ലാതെ എന്റെ മകളുടെ പേര് നടപടിയെടുത്താൽ നിങ്ങൾ ഞാൻ കോടതി കയറ്റും. കോടതി നിയമമൊക്കെ ഞങ്ങൾക്കും അറിയാം മിസ്റ്റർ. കാണാം. ഞാൻ പറയുന്നത് കേൾക്കൂ. നമുക്ക് മോളെ മറ്റെവിടെയെങ്കിലും ചേർക്കാം. ആവശ്യമില്ലാതെ എന്തിനാ ഈ വഴക്ക്? സീതേ, മതി. ഇനി അത് ആവർത്തിക്കണ്ട. നിങ്ങളുടെ ഈ വാശിക്കിടയിൽ ദുരിതം അനുഭവിക്കുന്നത് എന്റെ മോളാ. ക്ലാസ്സിൽ അവളെ മാറ്റി നിർത്തുന്നു. മറ്റു കുട്ടികളെ അവളോടൊപ്പം കളിക്കാനോ മിണ്ടാനോ പോലും ടീച്ചർമാർ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ മോള് വന്ന് കരഞ്ഞു പറയുന്നത് എന്നോടാ. ബുദ്ധി ഉറയ്ക്കാത്തൊരു കുഞ്ഞിനോട് ഇങ്ങനെ പകവയ്ക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് എന്തിനാ മോളെ അയക്കുന്നത്? അയക്കണം. ആ മാഡം നിന്നെ പറ്റി എന്റെ മുഖത്ത് നോക്കി പറയുന്ന മുഴുവൻ കേട്ട് സഹിച്ചവനാ ഞാൻ. ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ മോശപ്പെട്ട് ജീവിച്ചവളാണ്. വേശ്യാന്ന് വിളിച്ചാൽ പോലും തെറ്റില്ലല്ലോ. എന്തിനാ നീ തന്നെ എപ്പോഴും ഇതിങ്ങനെ വിളിച്ചു പോകുന്നത്? ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം ഒരു ശാപം പോലെ മറ്റുള്ളവർ കൂടി അനുഭവിക്കേണ്ടി വരുമ്പോ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ സഹിച്ചോളാം എന്തും. എന്നാൽ ഈ അമ്മ കാരണം ദിവസവും ഉരുകി നശിക്കുന്ന ആ കുഞ്ഞിനെ കാണാൻ എനിക്ക് വയ്യ. നിർത്തുന്നുണ്ടോ നിന്റെ കരച്ചിലും പിഴിച്ചിലും? എന്താ നിനക്കിപ്പോ വേണ്ടത്? കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റണം അല്ലേ? കൊണ്ടുപോയി ചേർത്തോ. ഏത് നരകത്തിലായാലും വിരോധമില്ല. തീർന്നില്ലേ?
താങ്ക് യു. മാഡം കുടിക്കില്ലേ? ഒക്കേഷനിലെ ബട്ട് നോട്ട് ദിസ് സ്റ്റഫ്. ഇത് ഇന്ത്യൻ വിസ്കി അല്ലേ? നിങ്ങൾക്ക് ഫോറിനെ ഇഷ്ടപ്പെടുള്ളൂ എന്നറിയാം, പക്ഷേ ഇന്ന് എല്ലാ കാര്യത്തിലും എന്റെ ടേസ്റ്റ് ഷെയർ ചെയ്യുമെന്ന് കരുതി. ഓക്കെ. നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം. സഹദേവനെതിരെ ചാർജ് ചെയ്ത കേസിൽ എന്റെ പേര് വരരുത്. ഇല്ലെങ്കിൽ അനവധി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ സ്റ്റാറ്റസ് അത് കാരണം നശിക്കാനിടയാവും. എന്താ നിങ്ങൾ? ഏയ്, ഒരു പഴയ കഥ ഓർക്കാൻ. 9 നാടുവാണ ഒരു കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടി കുടുംബം പട്ടിണിയായപ്പോ ഒരു ജോലി തേടി തിരുവനന്തപുരത്ത് പോയ കഥ. താൻ വിശ്വസിച്ച് ആരുടെ ഒപ്പം പോയോ ആ നേതാവ് അവളെ ചതിച്ചു. പലരും ചേർന്ന് അവളെ ബലാത്സംഗം ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ട അവൾക്ക് പിന്നീട് ജീവിക്കാൻ വ്യഭിചാരം തൊഴിലാക്കേണ്ടി വന്നു. കുടുംബത്തൊരു നേരമെങ്കിലും ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. അവളെ പഴി പറഞ്ഞ നിങ്ങൾ പണവും ഐശ്വര്യവും ആവശ്യത്തിലേറെ ഉണ്ടായിട്ടും അതേ തൊഴിൽ എന്തിന് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചു? ഇത് പറയാനാണോ താൻ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അല്ലാതെ നിന്റെ സൗന്ദര്യം കണ്ടിട്ടാണെന്ന് കരുതിയോ? എടോ, തനിക്കെന്നെ ശരിക്കും അറിയില്ല. ഉവ്, ഇടുക്കിക്കാരി ജാനു 17-ാം വയസ്സിൽ ബോംബെക്ക് പോയി മാമോസ് അമുക്കി മേരിയായത്, അവിടെ ശരീരം വിറ്റ് കഴിഞ്ഞത്, അവിടെ നിന്ന് അബ്ദുറഹിമാൻ എന്ന കള്ളക്കടത്തുകാരനോട് ഗൾഫിലേക്ക്. ഇതിന് പകരം ഞാൻ നിന്നോട് ഒരു പുല്ലും ചെയ്യാൻ നോക്കില്ല. ഈ കേസിൽ സഹദേവനോടൊപ്പം നിന്റെ മുഖം മൂടി ഞാൻ വലിച്ചു കയറും. നമുക്ക് കാണാം. ആ, കാണാം. ഇനി എന്ത് ചെയ്യാം എന്നെ? നമുക്ക് അപ്പീലിന് ശ്രമിക്കാം. മിസ്റ്റർ സഹദേവനെ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കൂടെ വരണം. അദ്ദേഹം ഇവിടെ കാറിൽ ഇരിപ്പുണ്ട്. സൂപ്രണ്ട് സാറ് വന്നു. ഹലോ. റെക്കോർഡ് പ്രകാരം ഹാർട്ട് പേഷ്യന്റായ എന്നെ ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ എന്റെ കിടപ്പ് ഉറക്കമൊക്കെ അങ്ങ് ഹോട്ടലിലായിരിക്കും. എനിക്ക് വിരോധമൊന്നുമില്ല സാർ. സഹദേവൻ ആസ്പത്രിയില്ല, ഹോട്ടലിലാണ്. ഏത് ഹോട്ടൽ? ആരാ വരണം? ഇയാളെന്തിനാ വന്നത്? സഹദേവൻ രോഗിയല്ലേ, നന്നായൊന്ന് പരിശോധിച്ച് കളയാമെന്ന് കരുതി. നിന്റെ റൗഡുകൾ എന്റെ എല്ലൊടിച്ചു, അതിന് പകരം എന്താ ഇയാൾക്ക് പറ്റിയത്? അതെന്റെ ചെറിയൊരു കൈക്രിയ. താനിത് ഓപ്പറേറ്റ് ചെയ്ത് നേരെയാക്കണം. ഇയാളുടെ കയ്യിലും കാലിലും വാരിയിലും പൊട്ടിപ്പോയ എല്ലുകൾ. ഇൻസ്പെക്ടർ, ഒച്ച വെക്കരുത്. രോഗിയില്ലാത്ത ഇയാളെ അഡ്മിറ്റ് ചെയ്ത് രേഖയുണ്ടാക്കിയ തനിക്കും ഇതൊരു വാണിംഗാണ്. ആവർത്തിച്ചാൽ ഇതുപോലെ ഡോക്ടറും രോഗിയാവും. സൂക്ഷിച്ചോ. ബ്ലഡി ഫൂൾ. നിന്റെ ഭ്രാന്ത് ഇന്നത്തോടെ ഞാൻ നിർത്തും. മനുഷ്യനെ പീഡിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്ത് രസിക്കുന്ന നിന്റെ ജന്മവാസന ഇതോടെ അവസാനിപ്പിക്കും. സാർ എന്തായി പറയുന്നത്? താനല്ലോ ഇന്നലെ ആ സാധവനെ തല്ലി കാലോട് ആശുപത്രിയിൽ എത്തിച്ചത്. അതാണോ കാര്യം? വെറും ഒരു പെറ്റി കേസിന് ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമുണ്ട്? നോ, ഇറ്റ് ഈസ് നോട്ട് എ പെറ്റി കേസ്. വധശ്രമത്തിനാണ് തന്റെ പേരിൽ കംപ്ലൈന്റ്. തനിക്ക് എന്ത് സമാധാനം പറയാനുണ്ട്? കോടതി തടവ് ശിക്ഷ വിധിച്ച സഹദേവനെ ജയിലിന്റെ പടി പോലും കാണിക്കാതെ അധികൃതർ ആശുപത്രിയിൽ എത്തിച്ചു. ഒരു രോഗമില്ലാത്ത അവനെ ആശുപത്രിക്കാർ ഹോട്ടലിലേക്ക് വിട്ടു. ഇത് ചോദിക്കാൻ ഈ നാട്ടിൽ ആണുങ്ങൾ ഉണ്ടാവുന്ന കരുതി നല്ല തന്തയ്ക്ക് പറഞ്ഞ ഒരുത്തനെങ്കിലും ആരെയും കാണാത്തോണ്ട് ഒടുവിൽ എനിക്ക് തന്നെ അത് ചെയ്യേണ്ടി വന്നു. ശരിയാണ്, സഹദേവനെ കാലൊടിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് ഞാനാണ്, അല്ലാതെ അത് അയാളെ വധിക്കാനൊന്നുമല്ല. എന്തായാലും എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. ഇവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് അയക്കേണ്ടി വരും. വരട്ടെ സാർ. ഇതിലും വലിയ കുറ്റത്തിന് നടപടിയെടുക്കാൻ, കൃഷ്ണപിള്ള വധക്കേസിലെ കൊലയാളികളെ ശിക്ഷിക്കാൻ വേണ്ടുന്ന തെളിവുകൾ സാർ ആവശ്യപ്പെട്ട സോളിഡ് എവിഡൻസും
സിമന്റഡ് പ്രൂഫും ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിട്ടും താൻ ഒന്നും വെച്ചില്ലടോ. അതിലും വലിയ എവിഡൻസ്, ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഉണ്ടാകുമല്ലോ. സ്റ്റേറ്റിനകത്തും പുറത്തുമുള്ള സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളിൽ നിന്നും ഈ കസേരയിലിരിക്കുന്ന താങ്കൾക്ക് കിട്ടും. പോലീസ് കമ്മീഷണർ എന്ന നിലയ്ക്ക് ഞാൻ വെറും സർക്കിൾ 0 ഇൻസ്പെക്ടർ ആണല്ലോ. എന്നിട്ടും സാർ എന്തുകൊണ്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? ആർക്കെതിരായിട്ട് നടപടി എടുക്കണമെന്ന് തനിക്കറിയാമോ? കിട്ടിയ രഹസ്യങ്ങൾ പൂഴ്ത്തിവെച്ച് അതിന്റെ പുറത്ത് അടയിരിക്കുന്ന താങ്കൾ പുറത്തു പറയാതെ വെളിപ്പെടുത്താതെ ബാക്കിയുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വെളിപ്പെടുത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ബാലുവിന് അറിയില്ല. ഇതൊക്കെ വെറും എക്സ്ക്യൂസ് മാത്രമായിട്ടേ ഞാൻ കണക്കാക്കൂ. അല്ലെങ്കിൽ കള്ളക്കടത്തുകാർ കൂട്ടുന്ന സ്വന്തം സ്നേഹിതനെ പോലും കൊലപ്പെടുത്തി പണത്തിനും പദവിക്കും വേണ്ടി. എങ്കിൽ പറയണം സാർ, നിങ്ങൾ അതിന് മറച്ചു വെക്കണം. അവരുടെ പേരുകൾ വെളിപ്പെടുത്താത്തതും ആക്ഷൻ എടുക്കാൻ മടിക്കുന്നതും പണം മോഹിച്ചല്ല. അതിലും എത്രയോ വലുത് എനിക്ക് എന്റെ കുടുംബമാണ്. ഭാര്യ, വിവാഹപ്രായമെത്തിയ 2 പെൺമക്കൾ, കാൽ സ്വാധീനമില്ലാത്ത മകൻ. അവരുടെ രക്ഷയോർത്ത് എന്റെ മകൻ ജിത്തുവിന്റെ കാൽ സ്വാധീനം നഷ്ടപ്പെട്ടത് ഒരു ആക്സിഡന്റിലാണെന്നല്ലേ പറഞ്ഞിരുന്നത്? ബാലുവിനറിയാമോ എന്തായിരുന്നു ആക്സിഡന്റ് എന്ന്? തന്റെ കൺമുമ്പിൽ വെച്ച് വേണമെങ്കിൽ തന്റെ ഭാര്യയെയും പെൺമക്കളെയും നശിപ്പിക്കാനും തന്നെ അടക്കം ഒരുമിച്ച് തീർക്കാനും ഞങ്ങൾക്ക് കഴിയും. ഇപ്പോൾ ഈ പയ്യന്റെ കാലെ ഒടിച്ചുള്ളൂ. ഇതൊരു താക്കീതാണ്, സൂക്ഷിച്ചു. എന്റെ മേലുദ്യോഗസ്ഥന്മാരെ ഈ വിവരം അറിയിച്ചപ്പോ അവർ മൗനം ദീക്ഷിച്ചു, അറിഞ്ഞില്ല എന്നടിച്ചു. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം ബാലു? ഈ ക്രൂരത കാണിച്ചവരോട് എതിരിട്ട് മരിക്കാമായിരുന്നു ബാലു. ഇതുപോലെ നാണം കെട്ട് ഭീരുവായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം അതായിരുന്നു. ഒരു സീനിയർ ഓഫീസർ എന്ന നിലയിൽ കവിഞ്ഞ് നിങ്ങളെ ബഹുമാനിച്ചവനാണ് ഞാൻ, അനുകരിക്കാൻ മോഹിച്ചവനാണ് ഞാൻ. ഇടക്കാലത്ത് നിങ്ങൾ ചെയ്ത പ്രവൃത്തികളിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഉറപ്പാണ്, ധീരനായ ഒരു പോലീസ് ഓഫീസറുടെ സ്ഥാനത്ത് ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത് വെറും ഉണ്ണിപ്പെട്ടിയാണ്. ബാലു, സ്വന്തം മകന്റെ കാല് തല്ലി ഒടിച്ചവര് സ്വന്തം ഭാര്യയും മക്കളെയും കൺമുമ്പിലിട്ട് ഉടുതുണി പിറ്റി ചിന്തി ക്രൂരമായിട്ട് മാനം കടത്തിയാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് സഹിക്കുമായിരുന്നു. അല്ലെങ്കിൽ കുടുംബം എങ്ങനെ കഴിഞ്ഞാലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ പെൺമക്കളെ നിങ്ങൾ അവർക്കൊണ്ടായി കൂട്ടിക്കൊടുക്കുമായിരുന്നില്ലേ? അതിലും കഷ്ടമാണ് സ്വന്തം മകൻ ആയുഷ്കാലം മുഴുവൻ ഒറ്റക്കാലിൽ നിങ്ങൾ സഹിച്ച് ജീവിച്ചു.